നമസ്കാരം, തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ കോൺഗ്രസിന് എന്ത് പറ്റി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരും പലപ്പോഴും കോൺഗ്രസിനെ വിമർശിക്കുന്നവരും അതിശക്തമായി തന്നെ ഇപ്പോൾ കോൺഗ്രസിനെതിരെ തിരികുകയാണ്. അത് കോൺഗ്രസ് നേതാക്കളുടെ ചില നിലപാടുകൾ കണ്ടിട്ടാണ് എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്, നമ്മുടെ രാജ്യത്തിനൊപ്പം നിന്നുകൊണ്ട്, നമ്മുടെ ശത്രു രാജ്യത്തിനെതിരെ നമ്മുടെ സൈന്യം നടത്തിയ ഓപ്പറേഷനെ അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിന് വലിയ പിന്തുണയാണ് നമ്മളെല്ലാം ഒരുമിച്ച് നിന്ന് നൽകിയത്. അപ്പോഴും പലതരത്തിലുള്ള അപശബ്ദങ്ങൾ നമ്മുടെ രാജ്യത്തു നിന്നും കേട്ടത് പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നാണ്. ഇന്ത്യ മുന്നണിയിലെ മറ്റ് പല നേതാക്കളും മറ്റു പല രാഷ്ട്രീയ പാർട്ടികളും ആ ഒരു സന്ദർഭത്തിൽ ഇന്ത്യക്കൊപ്പം നിന്നു. നമ്മുടെ നരേന്ദ്രമോദി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എല്ലാവിധ പിന്തുണയും നൽകി നിന്നു എന്നതും വളരെയേറെ മാതൃകയാക്കാവുന്ന കാര്യം തന്നെയായിരുന്നു. നമുക്കറിയാം, മമതാ ബാനർജി അടക്കം നരേന്ദ്രമോദിയെ നിരന്തരം വിമർശിക്കുന്ന നേതാവാണ് മമതാ ബാനർജി. അവർ പോലും ഈ ഒരു നിലപാടിനെതിരെ ഓപ്പറേഷൻ സിന്ദൂറിനൊപ്പം നിൽക്കുകയും ചെയ്തു. എന്നാൽ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായും അത് കോൺഗ്രസിനോടുള്ള വിരോധമായി തീരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇത് പലപ്പോഴും നമ്മുടെ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് മനസ്സിലാകുന്നില്ല എന്നതാണ് ഏറ്റവും കഷ്ടകരമായ കാര്യം എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ഏറ്റവും ഒടുവിലായി മല്ലികാർജുൻ ഖാർഗെ, അതായത് AICC പ്രസിഡന്റാണ്, അദ്ദേഹം പറയുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഒരു തട്ടിക്കൂട്ട് യുദ്ധമായിരുന്നു എന്നാണ്. അതായത് ഈ പറയുന്ന പോലെ ഒന്നുമില്ല, ആ രീതിയിലുള്ള തെറ്റായ കാര്യങ്ങളാണ് മോഡി അല്ലെങ്കിൽ രാജ്യം പ്രചരിപ്പിക്കുന്നത് എന്നാണ്. നമുക്കറിയാം, ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചത് നമ്മുടെ 3 സൈനിക മേധാവികളാണ്. ഇവരെ അല്ലാതെ നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികളിൽ കൊടും തണുപ്പിലും അത്തരത്തിലുള്ള ശൈത്യകാലത്തും ഒക്കെ വളരെയേറെ കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന നമ്മുടെ സൈന്യമാണ്, അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ മേധാവികളാണ് നമ്മളോട് കാര്യങ്ങൾ വിശദീകരിച്ചത്. അപ്പോൾ ഒരു രാജ്യസ്നേഹി എന്ന നിലയിൽ നമ്മൾ അവർ പറയുന്നത് കേൾക്കണം, അല്ലെങ്കിൽ അവരോടൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത്. സ്വാഭാവികമായും ഏതൊരു ഇന്ത്യക്കാരനും ചിന്തിക്കുക അങ്ങനെയാണ്. എന്നാൽ കോൺഗ്രസിൻ്റെ ചില നേതാക്കൾക്ക് ഇപ്പോഴും ഈ പറയുന്നതിൽ നിന്നും തന്നെ ഒരു വിശ്വാസം വന്നിട്ടില്ല. നമ്മുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആണെങ്കിൽ എത്ര ഹെലികോപ്റ്ററുകൾ തകർന്നു, നമ്മുടെ ഭാഗത്ത് എത്ര നഷ്ടങ്ങൾ സംഭവിച്ചു എന്നതൊക്കെയാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കുമ്പോൾ അത് കൃത്യമായും പാകിസ്ഥാൻ മീഡിയ അത് ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യക്കെതിരെ അവിടെ വലിയ ചർച്ച സംഘടിപ്പിക്കുകയാണുള്ള ആ രീതിയിലാണ് ഉണ്ടാവുന്നത്. മാത്രമല്ല, രാഹുൽ ഗാന്ധി നമ്മുടെ പ്രതിപക്ഷ നേതാവാണ്. അത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ രാജ്യാന്തര വേദികളിൽ ഇന്ത്യക്കെതിരെ അത് പാകിസ്ഥാൻ തിരിച്ചുവിടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായും അത് കോൺഗ്രസിനെതിരെയുള്ള ഒരു നിലപാടായി നമ്മുടെ രാജ്യത്തെ ആളുകൾ സ്വീകരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസ് ഇനി ഏത് രീതിയിലാണ് തിരിച്ചു വരാൻ പോകുന്നത് എന്നുപോലും അറിയാത്ത ചില നേതാക്കളാണ്, അല്ലെങ്കിൽ കോൺഗ്രസിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ എന്നുപോലും അറിയാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ എങ്ങനെ ബാധിക്കും ആ പാർട്ടിയെ എന്നറിയാത്ത ആളുകളാണ് ഇങ്ങനെ നിരന്തരം നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സൈന്യത്തിലും അവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം.